അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ രൂപത്തിലുള്ള സംഘർഷങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പേടിച്ചുകൊണ്ടോ മറ്റോ ഇവർ രണ്ടുപേരും പിൻവാങ്ങുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ലോകത്ത് ഇത്രമേൽ പരാധീനതകൾ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അതൊന്ന് ഇസ്രായേലാണ്, മറ്റൊന്ന് അമേരിക്കയാണ്. ഈ രണ്ട് രാജ്യങ്ങൾ കൂടിയാണ് മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്താനും അവർക്ക് അച്ചടക്കം പഠിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയും ഒരുക്കങ്ങളൊന്നും പൂർത്തിയാകാത്ത രൂപത്തിൽ അന്തം വിട്ട് നിൽക്കുകയാണ് ഈ ഇറാൻ്റെ നേർക്ക് നേരെ വന്ന അബ്രഹാം ലിങ്കനും അതിൻ്റെ അർമാഡ എന്ന് പറയുന്ന മറ്റ് വിഭാഗങ്ങളും. എന്നാൽ ഇറാൻ്റെ ഈ പോക്ക് അത്ര കണ്ടിട്ട് സുഖകരമല്ല എന്ന് എപ്പോഴും ഊതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നെതന്യാഹു, ആ ആൾ നേരത്തെ തന്നെ ട്രംപിനെ കണ്ടു, അന്ന് പരിഹാരമായില്ല. പിന്നെയും ഇന്നലെ പോയി കണ്ടു, ഇന്നലെയും പരിഹാരമായില്ല എന്ന വാർത്തയാണ് പുതുതായി വരുന്നത്. ഇത് രണ്ടും ഒത്തുകളിയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എങ്ങനെയാണെങ്കിലും ട്രംപ് പറയുന്നത് നമ്മളൊന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ. ട്രംപ് പറയുന്നത് പ്രധാനമന്ത്രി അഥവാ നെതന്യാഹു എന്നോട് ആവശ്യപ്പെടുന്നത് ഉടനെ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം വേണമെന്നാണ്. പക്ഷേ ഞാൻ പ്രധാനമന്ത്രിയോട് അറിയിച്ചത് നമുക്കങ്ങനെ ഒരു കാലക്രമമല്ല ആഗ്രഹിക്കുന്നത്. യുദ്ധത്തിന് ഒരു കാരണവശാലും ഇടം നിൽക്കാത്ത രൂപത്തിൽ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നുള്ളതാണ്. പക്ഷെ അവിടെയും നെതന്യാഹു പറയുന്നു ഇവരുടെ മിസൈൽ സംവിധാനങ്ങൾ, ദീർഘദൂര മിസൈൽ സംവിധാനങ്ങൾ ഒരിക്കലും വെച്ച് പുലർത്താൻ കഴിയില്ല. ഞങ്ങളുടേതായിട്ടുള്ള ഒരു മേഖല ലംഘിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫുൾ സ്കെയിൽ യുദ്ധം ഞങ്ങളങ്ങ് ആരംഭിക്കും, നിങ്ങളെ കാത്തുക്കാൻ ഞങ്ങൾക്കിനി കഴിയില്ല എന്ന് പറഞ്ഞ ക്ഷമകെട്ട് അങ്ങേയറ്റം എത്തി നിൽക്കുന്ന ഒരു നെതന്യാഹുവിനെയാണ് നമ്മളവിടെ കണ്ടത്. എന്താണെങ്കിലും ട്രംപ് പറയുന്നത് ട്രംപിൻ്റെ ആശ്വാസകരമായ വാക്കുകളാണെങ്കിൽ പോലും ഇറാൻ്റെ കൃത്യമായ ചുവടുവെപ്പുകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ട്രംപ് ഒരു യുദ്ധത്തിന് പുറപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 6 മാസം എടുത്തിട്ടും 3 മാസം എടുത്തിട്ടൊക്കെയാണ് പലപ്പോഴും ട്രംപിൻ്റെ ഓപ്പറേഷൻ, അമേരിക്കയുടെ ഓപ്പറേഷൻ പലപ്പോഴും നമ്മൾ പല ഇടങ്ങളിലായിട്ട് കണ്ടത്. വെനിസ്വേലയുടെ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. 3 മാസം ചടുലമായ നീക്കങ്ങൾ നടത്തിയതിന് ശേഷമാണ് 2 മണിക്കൂർ കൊണ്ട് എടുത്തങ്ങ് പോകുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് പോരാന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അബ്രഹാം ലിങ്കൻ നേരത്തെ വന്ന് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിലും പിന്നീട് ഒന്നുമില്ലാതെ 2000-ഓളം മൈലുകൾ അപ്പുറത്തേക്ക് പോയിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് കണ്ടത്. പോയ പോക്കിൽ തന്നെ തിരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. മൊത്തം ഇറാൻ എന്ന് പറയുന്നത് പിടികിട്ട ഒരു രീതിയാണ്. അവരുടെ ആയുധ സംഭരണികളും അതുപോലെ തന്നെ അവരുടെ മിസൈൽ സംവിധാനങ്ങളും ആ ഒരു കോപ്പ് കൂട്ടലുകളും. അതുകൊണ്ട് തന്നെ പെടുന്നനെ എടുത്ത് ചാടിയാൽ പെട്ടെന്ന് തിരിച്ചു കയറേണ്ടി വരുമോ, അതല്ല തിരിച്ചു കയറാൻ നമ്മൾ ബാക്കിയുണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കപ്പെടലുകൾ വളരെ ഭംഗിയായിട്ട് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നെതന്യാഹു ആകട്ടെ ഈ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ പോസ്റ്ററും പിടിച്ച് നടക്കാൻ കാലങ്ങളായി തുടങ്ങിയിട്ട് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റർ ഇസ്രായേൽ ഇല്ലാതെ മടങ്ങിപ്പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനേക്കാൾ വലിയ ആളുകളും ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടും മുൻ പ്രധാനമന്ത്രിക്ക് പോലും പറ്റാത്തൊരു കാര്യമാണ് ഗ്രേറ്റർ ഇസ്രായേൽ. പക്ഷേ അതെന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് പാവപ്പെട്ട ഇസ്രായേലി ജൂത സമൂഹത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഇതിനായിട്ട് മുന്നോട്ട് വരുന്നത്. എത്രയോ നെറികെട്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നെതന്യാഹുവിനെ ആരാണ് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ കേവലം വരുന്ന തീവ്രവാദികളായിട്ടുള്ള നെതന്യാഹുവിൻ്റെ പിൻഗാമികളായിട്ടോ അല്ലെങ്കിൽ സമാന്തരങ്ങളായിട്ടോ ആളുകളായ ജൂത തീവ്രവാദ ലോബികൾ മാത്രമാണ്. അബ്രഹാം ലിങ്കൻ്റെ ഈ കപ്പലുമായിട്ട് തിരിച്ചു പോകുമ്പോൾ അവരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളിപ്പോൾ പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, സുരക്ഷിതമായ ഇടം തേടിക്കൊണ്ടാണ്. അമേരിക്കയുടെ വലിയ കപ്പൽ വ്യൂഹമാണ് അബ്രഹാം ലിങ്കൻ. എന്നിട്ടും ഇറാനെ പേടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇറാൻ്റെ വലിയ സന്നാഹങ്ങൾ ഒരിക്കൽ അമേരിക്ക അത് കണ്ടറിഞ്ഞിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ലെവലിലാണ് ഇപ്പോൾ യുദ്ധതന്ത്രങ്ങളും യുദ്ധതന്ത്ര പാളിച്ചകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായി പറയുകയാണെങ്കിൽ യുദ്ധം ഉണ്ടാകും എന്നതിൽ തർക്കമില്ലെങ്കിലും ശരി, ഇപ്പോൾ യുദ്ധം ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളത് ലോകം കാതോർക്കുന്നുള്ളൂ. അവിടെയാണ് ട്രംപ് ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത്. ലോകത്തിന് മുമ്പിൽ ഒന്ന് പറയുന്നു, നെതന്യാഹുവും ട്രംപും വേറൊരു ഡീല് നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ ഇതിനെ മനസ്സിലാക്കണം. നെതന്യാഹു ട്രംപ് നല്ല രീതിക്ക് സംസാരിച്ചു, എല്ലാ നീക്കുപോക്കുകളും നടത്തിക്കഴിഞ്ഞു. ട്രംപിൻ്റെ ഒരു പത്രപ്രസ്താവന വന്നത്, ഞങ്ങൾ സംസാരിച്ചത് എവിടെ എത്തിയിട്ടില്ല, കാര്യമായ സംസാരം യുദ്ധം വേണമെന്നാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യുദ്ധമില്ലാതെ തന്നെ ഇറാനെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിക്കാനോ കഴിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ആഗ്രഹിക്കുന്നത്, അതുപോലെ അമേരിക്കൻ ട്രംപായ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത്, ഞങ്ങളിപ്പോൾ സമാധാന ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഏതറ്റം വരെ പോകും നോക്കിയിട്ട് സൈനിക വിന്യാസവും അതുപോലെ തന്നെ സൈനിക നടപടികളും സ്വീകരിക്കാം എന്ന ഒരു വാക്കാണ് പറയുന്നത്. എന്താണെങ്കിലും ട്രംപ് വിടുന്ന പരിപാടിയില്ല. ട്രംപിന് നല്ല രീതിക്ക് ഇസ്രായേൽ പണി കൊടുക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ, അഥവാ എപ്സ്റ്റൈൻ ഫയലുകളും ജെഫ്രിയുടെ മറ്റ് രേഖകളൊക്കെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ട്രംപിൻ്റെ കസേര തെറിക്കുന്നുള്ളത് കൊണ്ട് തന്നെ
അവിടെ ഇങ്ങനെ ഇരിക്കും. ട്രംപ് ഇങ്ങനെ കണ്ടിന്യൂ മുന്നോട്ട് പോകും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് ഇതിങ്ങനെ ലാഗാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സൈനിക വിന്യാസം പൂർണ്ണാർത്ഥത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ. മൊത്തം പ്രേക്ഷകരായ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് യുദ്ധം ഇല്ലാതിരിക്കില്ല എന്നത് ഉറപ്പാണ്. ഉണ്ടായാൽ എന്താകുമെന്ന അവസ്ഥ, മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുമോ ഇല്ലയോ? മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ കൃത്യമായി മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുമെന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതർത്ഥത്തിലായിരിക്കും ബാധിക്കുക എന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വരുക്കൂട്ടി ഈ കമൻറ്റ് ബോക്സിലിടുക. താല്പര്യമുള്ളവരെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വ്യത്യസ്തങ്ങളായിട്ട് അപ്ഡേറ്റുകൾ നമ്മൾ ചെയ്യുന്നു സോഷ്യലായിട്ട്. അപ്പോൾ എന്താ ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ചർച്ചയും അലസി പിരിഞ്ഞു എന്ന് ലോകം ചർച്ച ചെയ്യുന്നു. പക്ഷേ അതൊക്കെ ഭദ്രമായി രേഖകളാക്കി അവർ പോയി എന്നതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അലസി പിരിഞ്ഞിട്ടില്ല. ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് വേസ്റ്റായി നെതന്യാഹുവിന് എന്നൊക്കെ പറയുന്ന ട്രോളുന്ന ആളുകളോട് പറയട്ടെ, നിങ്ങൾ ഈ കാണുന്ന വാർത്തകൾ ചിലപ്പോൾ മലയാളത്തിലെ ഏതെങ്കിലും വാർത്തയായിരിക്കാം. എന്നാൽ ഇൻ്റർനാഷണൽ ലെവൽ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്കവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവർ വന്ന കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചില പൊടിപ്പും തൊങ്ങലും മാത്രമായിട്ടാണ് നമുക്ക് മുമ്പിൽ വരുന്നത്, ഒന്നും നടന്നില്ല എന്നുള്ളത്. പക്ഷേ ട്രംപിൻ്റെ പ്രസ്താവന ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും, സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളെയും പൊട്ടനാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രസ്താവന മാത്രമാണെന്ന് മനസ്സിലാക്കുക. കാരണം ട്രംപ് പറയുന്നത് പ്രധാനമന്ത്രിക്ക് യുദ്ധം വേണം, പക്ഷേ എനിക്ക് യുദ്ധം വേണ്ട. എനിക്കെന്ന് പറയുന്നത് ആരാ? അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഒരിക്കലും യുദ്ധമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ടാണ് യുദ്ധം വേണ്ട എന്ന് പറയുന്നത്. വെറും വിടുവായുത്തം മാത്രമായിട്ട് അംഗീകരിക്കാൻ കഴിയുള്ളൂ. എന്താണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ, ഈ സർക്കാർ അഥവാ അമേരിക്കൻ സർക്കാരിന് പിന്തുണ നൽകുന്ന എല്ലാ ആളുകളെയും കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു അവൈലബിലിറ്റി അവർ ഉറപ്പ് വരുത്തിച്ചതിന് ശേഷമേ ഒരു യുദ്ധം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ജോർദാൻ പിന്മാറിയിട്ടുണ്ട്, ഖത്തർ പിന്മാറിയിട്ട്, സൗദി പിന്മാറി. പക്ഷേ ഇതൊക്കെ തത്വത്തിൽ മാത്രമാണ്. പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും പിന്മാറിയിട്ടില്ല. എല്ലാവരും ഇറാൻ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ജോർദാൻ്റെ ഈ അമേരിക്കയുടെ ആ ബേസ്മെൻറ്റിൽ വലിയ രൂപത്തിൽ തന്നെ അമേരിക്കയുടെ ആയുധങ്ങളൊക്കെ ഇപ്പോഴും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നത് ഞങ്ങൾ പിന്മാറി എന്നാണെങ്കിൽ പോലും അവിടെ നടത്തി കാണിക്കുന്നത് അമേരിക്കയുടെ ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ജോർദാൻ അമേരിക്ക ഇല്ലെങ്കിൽ ജോർദാൻ ഇല്ല എന്ന് പറയുന്ന രീതിക്കാണ് ഈ ജോർദാൻ്റെ എല്ലാ കെട്ടും മട്ടും നമ്മൾ കാണുന്നത്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകളും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പിന്നണി പ്രവർത്തനങ്ങളും അതുപോലെ മൊസാദിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം കൂടി വായിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായ ഒരു പെർഫോമൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ് നെതന്യാഹു എന്ന് പറയുന്നത്. പക്ഷേ ട്രംപ് തുടങ്ങണോ അല്ല നെതന്യാഹു തുടങ്ങണോ എന്നത് ഇപ്പം ആശങ്കയുള്ളൂ, അല്ലെങ്കിൽ ആശയക്കുഴപ്പമുള്ളൂ. മൊത്തത്തിൽ ഈ ഒരു യുദ്ധം അനിവാര്യ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിനെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ അത് എത്രത്തോളം പരിക്ക് പറ്റിക്കും എന്നുള്ളത് ഓരോ ആളുകളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താം. ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ പേടിക്കുന്നുണ്ടെന്നുള്ള അറിയാം. കാരണം മറ്റൊരു ചാനലിൽ നമ്മൾ ലൈവ് ചെയ്തപ്പം ഒരുപാട് ജേസസിലുള്ള സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. എന്താണെങ്കിലും കാര്യമായ ഒരു പരിക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അവരുടെ ഇറാൻ്റെ സമീപനം പോലെ ഇരിക്കും. പക്ഷേ ഇറാൻ്റെ സമീപനം നിർണ്ണയിക്കപ്പെടുന്നത് തന്നെ ഈ അമേരിക്ക എങ്ങനെ ഇറാനോട് സമീപിക്കുന്നു എന്നതാണ്. കാത്തിരിക്കാം ഈ ഇറാൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നും അമേരിക്കയുടെ പുതിയ പ്രസ്താവന എന്താണെന്ന് നോക്കാം.